ഗൈസ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കണ്ടേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏതാ നമുക്കൊരു മൊഞ്ചിലെ സ്പോട്ട് കാണാൻ ഇവിടെ ഫാമിലിയൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ട്രക്കിംഗ് ഇഷ്ടമുള്ളവർ കാണാൻ, അങ്ങനെ മക്കൾക്ക് കളിക്കാനാണെങ്കിൽ നല്ല അടിപൊളി സ്പോട്ട്. എക്സ്പ്ലോറിംഗ് സൗദി അറേബ്യ. ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ അൽ ഹസേലി തുവത്തീർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ. അറബിയിൽ തുവസീർ എന്നും പറയോ, ഇംഗ്ലീഷിൽ തുവത്തീർ. ഇതെങ്ങോട്ട് നോക്ക്, ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു തുവത്തീർ എന്ന് എഴുതിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാട്ടോ അൽ ഹസേലി. ഇതിന് മുമ്പൊക്കെ ഇതിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ഒരു അടിപൊളി ഗുഹ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇങ്ങോട്ട് നോക്കിക്കോളിയേ. ഇത് കണ്ടോ, ഇതൊന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചതോ ഫിറ്റ് ചെയ്തതോ അല്ല. ഇത് കാറ്റടിച്ചിട്ട് അങ്ങനെ ഉണ്ടായതാണ്. ഇവിടെയൊക്കെ ഇതേപോലെ ഉണ്ടായിരുന്നു. മഴ പെയ്തും കാറ്റടിച്ചും വെള്ളം വന്ന് അങ്ങനെ പോയതാണ്. ഇത് നോക്ക്, ഇത് ഭയങ്കര വലിയ ഒരു ഇതാണ്. നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് അല്ല, ഒരു ഏക് റൂം കാ സെയിൻസ് വേന, ഒരു റൂമിൻ്റെ അത്ര ഉണ്ട്. നോക്കി ഇതിൻ്റെ ഒരു വലുപ്പം ഭയങ്കര ഒരു അത്ഭുതം കേട്ടോ. ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നോക്കിക്കോട്ട് ഭയങ്കര. ഇത് തുവത്തീർന്നുണ്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കുക. അൽ ഹസയിലുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സ്പോട്ടാണ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് നോക്കി ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഇത് കൊണ്ടുവന്ന് ഫിറ്റാക്കിയതല്ല കേട്ടോ. അത് ഇവിടെയൊക്കെ മല ഉണ്ടായിരുന്നത് ഇടുക്കിയും റോഡ് ഉണ്ടാക്കിയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. സംഭവം അടിപൊളി. ഇനി നമുക്ക് അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. അടിപൊളി സ്പോട്ടാട്ടോ, സൂപ്പർ സ്പോട്ട്. ഇപ്പം നല്ല ക്ലൈമറ്റുമാണ്. സൗദി അറേബ്യയിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളൊരു പുതിയ സൗദി അറേബ്യൻ വീഡിയോൻ്റെ സൗദി അറേബ്യയിൽ പിന്നെ എക്സ്പ്ലോറിങ് ട്രാവൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങോട്ട് നോക്കുക, നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിയിട്ടോ. ഇതാണ് സംഭവം. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു ഗുഹ ഉണ്ട്, നമുക്ക് ആ ഗുഹേൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇതൊന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചാലല്ലോ കേട്ടോ, ഓക്കെ പ്രകൃതിയുടെ ഒരു സംഭവമാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കി കംപ്ലീറ്റ് ഇവിടെയൊക്കെ ഇതിൻ്റെ അടിയിലുള്ള മണ്ണുകളൊക്കെ കാറ്റടിച്ചിട്ടും, മഴ പിന്നെ അങ്ങനെയൊന്നും പെയ്യൂലല്ലോ, ഇതൊക്കെ കാറ്റടിച്ചിട്ട് ഒലിച്ചു പോയതാണ്. ഇതൊക്കെ ഇനി കുറേ കാലം കഴിയുമ്പോൾ അവിടെ കാണുന്ന രണ്ട് പാറക്കല്ലുകളില്ല അതേപോലെ ആവും. കണ്ടോ, ഇത് നോക്ക് എൻ്റെ മോനെ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവോ എന്നറിയില്ല. സംഭവം അടിപൊളിയല്ലേ. ഇങ്ങോട്ട് നോക്ക്, ഏതാ സെറ്റപ്പില്ലേ ഗൈസ്. ഇതാണ് കേട്ടോ ഗുഹ. ഈ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴേ എൻ്റെ മോനെ ഇത് നോക്ക്, ഇതിനെന്തോ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാം. അത് കണ്ടോ, ഗുഹ കണ്ടോ, ഏതാ നോക്ക്. ഇവിടെ ആരൊക്കെ എഴുതിയിട്ടുണ്ട്, ഷിബില എന്നൊക്കെ എഴുതി. ഇതാരായിരിക്കും എഴുതിയത്? ഷിബില എന്നായിട്ട് എഴുതിയിട്ടുള്ള ആരോ മലയാളികളാണ്. ഷിബില അവിടെ അറബികൾക്കൊന്നും പേരില്ല എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ പാറക്കല്ല് കൊത്തിയെടുത്തതാണേ. ഇത് കണ്ടോ, ഇത് നോക്ക്, യാ മോനെ സീന്. ഇങ്ങനെ കണ്ടോ, അത് കാറ്റ് പൊടി ഇങ്ങനെ പോരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗുഹ. എൻ്റെ മോനെ അടിപൊളിട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ഹസയിലുള്ളവരും സൗദിയിലുള്ളവരൊക്കെ വന്ന് കാണേണ്ടത്. ഇത് കണ്ടോ, ഇതൊക്കെ കാറ്റടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പുകളൊക്കെ ഉണ്ടാവുമോ അറിയില്ല. ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ, ഇവിടെ ആരൊക്കെ തീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഗുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ഗുഹയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിലിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റും, ഇങ്ങനെ വരാൻ പറ്റും. ഇതിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോവാം. മിയാ സംഭവമാണ്. എല്ലാവരും വന്ന് കണ്ടോളുക. ഇതിലിങ്ങനെ കയറി. ഇതൊക്കെ എത്ര വലിയ, ഇത് പാറക്കല്ലുകളാണ്, വലിയ വലിയ പാറക്കല്ലുകൾ കണ്ടോ, വമ്പൻ പാറക്കല്ലുകളാണേ. കണ്ടോ, ഇതിലിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. എൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് തുവത്തീർ എന്നാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരുപാട് ഫാമിലിയൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ. സംഭവം നോക്ക്, യാ മോനെ നൈസ് കേട്ടോ. ഇറ്റ്സ് വെരി നൈസ് ഗൈസ്, മാഷാഅല്ലാ മിയ. കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ മഴയൊക്കെ പെയ്താൽ ചിലപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വരുമായിരിക്കും. സംഭവം നൈസായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ
വേറൊരു വൈബാണ് ഇവിടെ. ഇവിടെ ഫുഡ്, ഇവിടെ ഫാമിലിയൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുകയൊക്കെ അസ്സലാമു അലൈക്കും കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതാ അവിടെ ആ മലൻ്റെ മേലെ ജബൽ എന്നാണ് ഇവിടെ മലക്ക് പറയുക. അതിൻ്റെ മേലേക്ക് കയറി പോവുക. അവിടെ ഇതുവരെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ഒരു ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇരിക്കാൻ കസേരയൊക്കെ കിട്ടുന്ന ഓരോരോ ഫാമിലികളൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ 4x4 വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി എന്താ ഭംഗിയെന്നുള്ളത്. ഒരുപാട് ഫാമിലികളൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് നാച്ചുറലാണ് കേട്ടോ. ഇതാരും ഉണ്ടാക്കി വെച്ചാലല്ല, ഈ ഒരു ഗുഹയിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. നൈസല്ലേ ഗൈസ്? ഞങ്ങൾ അതിൻ്റെ മേലൊക്കെ ഒന്ന് കയറുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഗൈസ് സംഭവം അടിപൊളിയാണ്. എൻ്റെ കൂടെ ഒന്ന് രവി ഉണ്ട്. രവി ബ്രോ ഒരു ഹേക്ക് ഹായ് തന്നോ. ഓക്കെ, നമ്മൾ രവി ബ്രോനെയും കൂട്ടിയിട്ട് വന്നപ്പോൾ അമർജിത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം എല്ലാവരും പോരി കേട്ടോ. സൗദി അറേബ്യയിൽ ഫുൾ പൊളി എക്സ്പ്ലോറിങ്ങും പരിപാടിയും ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമുക്കിപ്പോൾ ഈ ക്ലൈമറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ തണുപ്പുള്ള സമയം ഒരു 5-6 മാസം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിക്കുക. ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോഴി ചുടലും പരിപാടിയും എല്ലാം ആയിട്ട് അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. അടിപൊളി സ്പോട്ടുകളുണ്ട് ഇവിടെ. ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഭംഗിയാണ്. നമ്മുടെ നാട്ടിലുള്ള പച്ചപ്പിന് വേറൊരു ഭംഗി, ഇവിടെ വേറൊരു ഭംഗി. സംഭവം എന്തായാലും അടിപൊളിട്ടോ. ഞാൻ ഇതിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലോ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇതിലിങ്ങനെ കയറി ഞങ്ങൾ മേലെ കയറാനുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ സംഭവം. ഇങ്ങോട്ട് നോക്കി, സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതിലിങ്ങനെ കയറി ऊपर ही जाएगा. अड्डीपॉली संभव. Yo guys, exploring Saudi Arabia. Yes. ഏതാ നോക്കി കാണാനൊരു ഭംഗി. Welcome to Ravi. Welcome to Saudi Arabia. Explore Saudi Arabia. आदमी लोग भी मेरे को बुलाएगा, पैसा दे देगा. ഗൈസ് സംഭവം സ്പോട്ടുകൾ കണ്ടല്ലോ, അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഇത് കണ്ട ഇങ്ങനൊരു സ്ഥലം, ഒരു ചാല്. ഈ ചാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ചാല. ഇതിലിങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ രവിയേ യാർ, ഇങ്ങനെ വന്നാൽ ഇവിടെ ഭയങ്കര സീനാട്ടോ. तेरी गिरेगा इधर से, അങ്ങോട്ട് നോക്ക്. അടിപൊളി സ്ഥലമുണ്ടോ. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് താഴോട്ടൊരു കുത്തനുണ്ട്. ഇതിലെങ്ങനെ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി അവിടെ മേലേക്ക് കയറിയൊക്കെ നോക്കാം. മേലേക്ക് കയറാം. ये मिट्टी है बस, ये पूरा हवा में है ना, ऐसे ही बारिश में हवा में निकल जाता है. समुंदर था जहाँ पे ना, समुंदर पीछे हटा है, उसकी वजह से ऐसा डिजाइन बने. ഇതേ ഇവിടെയൊക്കെ കടലായിരുന്നല്ലോ. അപ്പോൾ കടൽ ഇറങ്ങി പോയപ്പോൾ ഇങ്ങനെ ആയതാണ് സംഭവം. അടിപൊളിയാണ്. സ്ഥലത്തിൻ്റെ പേര് മറക്കാൻ നിൽക്കണ്ട, തുവസീർ. സംഭവം സെറ്റ്. ഞങ്ങൾ പൊളിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ്, അടിപൊളി. ഇതോടാ അങ്ങോട്ട് നോക്ക്, എന്താ ഒരു ഭംഗിന്ന് കാണാൻ. ഇതിങ്ങനെ വരുമ്പോൾ നോക്കി അതിൻ്റെ ഒരു ആടിൻ്റെ തലയൊക്കെ മാതിരിണ്ട് കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ, ഇത് കാണുമ്പോൾ വേറെ തോന്നുന്നില്ല. അതവിടെ ചാല്. ഇതൊരു മനുഷ്യൻ്റെയൊക്കെ മുഖമാരില്ല. ഇങ്ങനെ ഈ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇതിലിങ്ങനെ വന്നിട്ട് മേലക്കൊക്കെ നമുക്ക് കയറി പോകാം കേട്ടോ. നമ്മൾ ഇതിലപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം. നമ്മുടെ നാട്ടിലെ പച്ചപ്പിന് വേറൊരു സ്റ്റൈല്, ഇവിടുത്തെ മണ്ണിൻ്റെ വേറൊരു വൈബ്. നൈസ് വൈബ് സ്പോട്ട്. അങ്ങോട്ടൊക്കെ ഇനി ഇതിലെങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇതിലിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് പോയി നോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ള അറിയാലോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഞങ്ങളിത് അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ്, എൻ്റെ മമ്മച്ചി വാങ്ങി തന്ന കൂളിംഗ് ഗ്ലാസ്, മമ്മച്ചി അല്ല കേട്ടോ, അത് കുഞ്ഞോള് വാങ്ങി തന്ന കൂളിംഗ് ഗ്ലാസ്സാണ്. കയ്യിലൊക്കെ മണ്ണായിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്. മേലേക്ക് കയറി ഇവിടെ അത്യാവശ്യം ഡീപ്പുണ്ട്, പക്ഷേ തന്നെയൊന്ന് വീഴുന്നുണ്ടാവും. രവിയാണ് എൻ്റെ ക്യാമറമാൻ. അങ്ങോട്ട് നോക്ക്, സംഭവം അടിപൊളിയല്ലേ. പോരി കേട്ടോ തുവത്തീറിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിക്കും എല്ലാം അടിച്ച് പൊളിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടാണ്. ഫാമിലിയൊക്കെ വായിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ എന്തോരം ഫാമിലിയാണെന്നറിയോ, ബഹ്റൈനിൽ നിന്നും റിയാദിൽ നിന്നും ജിദ്ദയിൽ നിന്നും ഒക്കെ വന്ന ഒരുപാട് ടീമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് രവി ആജാ, അപ്പോൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക,
അടിപൊളിയായിട്ട് ജീവിക്കുക, എൻജോയ് ചെയ്യുക. അതൊക്കെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിച്ചോന്ന് ചോദിക്കുന്നത്, മോനെ എനിക്കൊന്ന് സന്തോഷം ഒക്കെ ആയിട്ട് വന്നാൽ പോരായിരുന്നോ മുത്തുമണിയെ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. ഈ ദുനിയാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകാതിരിക്കുക. അവർ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ പോവുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അതുതന്നെയാണ് ലൈഫ്. നേരെ ഇതാ സൗദി അറേബ്യയിലേക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യുക, അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, എന്താണ്ട് ഒരുപാട് മക്കൾ ഹായ് മക്കളൊക്കെ വരുന്നുണ്ട്, മക്കളൊക്കെ ലായിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ സൈഡിൽ കൂടെ വന്നാണ് ഇങ്ങോട്ട് നോക്കുക. ഇതിൻ്റെ മേലെയൊക്കെ കയറാം കേട്ടോ. സംഭവം അതാണ്ടോ ഒരു കത്തിയും കൊണ്ട് മുറിച്ച പോലെയാണ് ഇതിങ്ങനെ കിടക്കുന്നത്. സംഭവം അടിപൊളിയാണേ. കണ്ടോ ഇതൊക്കെ കണ്ടോ, അടിയിലൊക്കെ കാറ്റടിച്ച് മഴയൊക്കെ പെയ്ത് അങ്ങനെ പോയി 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 ഇങ്ങനെയായി കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സംഭവം നൈസല്ലേ ഗൈസ്, അടിപൊളി. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, നോക്ക് ഏതാ പൊളി നോക്ക്.